എക്സൈസ് വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിന് 9.27 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, യുവാക്കളിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ലഹരി വിരുദ്ധ പ്രചരണ പരിപാടിയായ വിമുക്തിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 2024-25 വർഷത്തേക്ക് 9.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ധനവകുപ്പിന് കീഴിലുള്ള നാഷണൽ സേവിങ്സ്, ചീഫ് ടെക്നിക്കൽ എക്സാമിനർ, ഇൻഷുറൻസ് തുടങ്ങിയ ഓഫീസുകളും ഡയറക്ടറേറ്റുകളും തിരുവനന്തപുരത്ത് വിവിധ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. മതിയായ സൗകര്യങ്ങളില്ലാത്ത പ്രശ്നമുണ്ട്. ഈ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. സർ, സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നത്. രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. പ്രതിമാസം 1600 രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടി വരുന്നത് 9000 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ മൂലം അത് വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട്. പെൻഷൻ നൽകാനായി രൂപീകരിച്ച കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ലിമിറ്റഡ് സമാഹരിച്ച 35,000 കോടി രൂപയിൽ 24,000 കോടി രൂപയും ഈ ഘട്ടത്തിൽ ഈ 2 വർഷ കാലയളവിൽ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പെൻഷൻ കമ്പനിയുടെ പുതുതായി ധനസമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിൻ്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ്. കൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിന് വെറും നാമമാത്രമായ സഹായമാണ് കേന്ദ്രത്തിൽ നൽകുന്നത്. അതുപോലും കൃത്യമായിട്ട് നൽകാത്ത സാഹചര്യമാണ്. സർ, ഇതിവിടെ പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ആണ് പറയുന്നത്. കിഫ്ബി സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികളിലായി 62,454.18 കോടി രൂപയുടെ 1066 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും 20,000 കോടി രൂപയുടെ ലാൻഡ് അക്വിസിഷൻ പൂളിൽ ഉൾപ്പെടുത്തി 7 പദ്ധതികൾക്കും നാളിതുവരെ കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ 32,738.25 കോടി രൂപയുടെ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതികൾ 595 പദ്ധതികൾ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതും അതിൽ 14,830.76 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കുവാനും കിഫ്ബി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 21,817 കോടി രൂപയുടെ പദ്ധതികൾ പ്രവൃത്തി പുരോഗതിയിലാണ്. അംഗീകാരം നൽകിയ പദ്ധതികൾക്കായി നാളിതുവരെ 27,522 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ പുനഃസംഘടന രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തേതായിരുന്നു. പുനഃസംഘടനയ്ക്ക് ശേഷം നികുതി പിരിവിലും നികുതി ഭരണത്തിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വകുപ്പിനെ 3 വിഭാഗങ്ങളായി പുനഃക്രമീകരിച്ചുള്ള നികുതി വെട്ടിപ്പ് ശാസ്ത്രീയമായി ആധുനിക മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചും കണ്ടെത്താൻ കഴിയും. വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിവര സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് വിവിധ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. സർ, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് പ്രൊജക്ട് ഇൻഫർമേഷനും മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ നവീകരണം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ഓഡിറ്റ് വകുപ്പ് പ്രവർത്തനം നടത്തി വരുന്നു. ഈ വർഷം ഈ ആധുനികവൽക്കരണത്തിൻ്റെ സോഫ്റ്റ്വെയറിനുമായിട്ട് 2.11 കോടി രൂപ വകയിരുത്തുന്നു. ട്രഷറി വകുപ്പ് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 22 ട്രഷറികൾ സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. കൂടുതൽ വേഗത്തിലും ഗുണനിലവാരത്തിലുള്ള സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ട ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനം, കമ്പ്യൂട്ടറും മറ്റ് IT ഉപകരണങ്ങളും മാറ്റി സ്ഥാപിക്കൽ, ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്ന വിവിധ ഘടകങ്ങൾക്കായിട്ട് 7 കോടി രൂപയും ട്രഷറികളുടെ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങളുടെ ക്രമീകരണത്തിനായി 7.5 കോടി രൂപയും ഉൾപ്പെടെ ട്രഷറി വകുപ്പിന് 18.6 കോടി രൂപ വകയിരുത്തുന്നു. KSFE, ഇൻഷുറൻസ് വകുപ്പ് തുടങ്ങിയതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിക്കുന്നില്ല. കേരള സർക്കാരിൻ്റെ ഡിജിറ്റൽ ഇൻക്യുബേഷൻ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച KSFE പവർ മൊബൈൽ ആപ്പിലൂടെ KSFE ചിട്ടി ലോൺ കൂടുതൽ സുതാര്യവും ലളിതവും വേഗതയേറിയ മാറിയിട്ടുണ്ട്. KSFE വിവിധ പുതിയ ഉൽപ്പന്നങ്ങളും പ്രവാസി ചിട്ടി മേഖലയിലെ പ്രവർത്തനങ്ങളും വിപുലീകരിക്കും. ധനമേഖലയുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ രാജ്യത്ത് ഏറ്റവും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അറ്റലാഭത്തിൽ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. 2021 വർഷം 6.5 കോടി രൂപയായിരുന്ന അറ്റലാഭം നടപ്പ് വർഷം നാളിതുവരെ 50.19 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തം നിഷ്ക്രിയ ആസ്തി 3.11% കുറച്ചുകൊണ്ടുവരാനും റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ 22.85% തനത് വരുന്നത് 25.58% വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ സഹായത്തോടെ 23-24 CMEDP CAMS സ്റ്റാർട്ടപ്സ് പദ്ധതികളുടെ കീഴിൽ 2,800 വായ്പകളിലൂടെ 846 കോടി രൂപ വിതരണം ചെയ്യുകയുണ്ടായി. ഇതിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും 61,715 പേർക്ക് തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സർ, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജ്ജം നൽകുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള വ്യവസായ അനുയോജ്യ ഭൂമി കണ്ടെത്തി സമാഹരിച്ച അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉതകും വിധം
സംരംഭകർക്ക് വിതരണം ചെയ്യാനായി ഒരു പ്രത്യേക കമ്പനി രൂപീകരിക്കുന്നതാണ്. KFCയുടെ നേതൃത്വത്തിൽ പ്രവാസികൾ, KSFE, സമാനമായ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവരുമായി സഹകരിച്ചാണ് 1000 കോടി രൂപയുടെ അംഗീകൃത മൂലധനമുള്ള ഒരു കമ്പനിക്ക് രൂപം നൽകുക. അതിനൊപ്പം KFCയുടെ മൂലധനം 100 കോടി ഈ വർഷം 300 കോടി രൂപ കൂടി വർദ്ധിപ്പിക്കും. അതിനായിട്ടുള്ള പണം നൽകും.